ഹായ് ഫ്രണ്ട്സ്, കപിള വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തരും. അതായത് ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ ചെയ്യുന്നതെന്നും എൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തെന്നൊക്കെയാണെങ്കിലും ദോഷങ്ങൾ എന്താണ്, ദോഷങ്ങളല്ല ചെയ്യാത്ത കാര്യങ്ങളും എല്ലാം എൻ്റെ അമ്മ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അമ്മ ദാ വരുന്നുണ്ട്, പറയാനായിട്ട് ദാ വരുന്നുണ്ട്. ഇപ്പം അമ്മ പറഞ്ഞുതരും. അമ്മ, എൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ഞാൻ നല്ല കുട്ടിയാണ് അഴുക്ക കുട്ടിയാണോ അമ്മ? നല്ല കുട്ടിയൊക്കെ തന്നെ. നല്ല കുട്ടിയാണ്, എനിക്കല്ലേലും അറിയുക നല്ല കുട്ടിയാണ്. നീ എവിടെ വന്ന മരഭൂതമേ? ദൈവമേ, അതെന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും പൊതുവേ എത്ര മക്കള് തെറ്റ് ചെയ്താലും നമ്മളെ മക്കളെ നമ്മളെപ്പോഴും എന്താണ് പൊക്കി പറയും. അതുകൊണ്ട് പൊക്കി പറഞ്ഞാണ്. അല്ലല്ല, ഇതൊക്കെ എന്ത്? ഞാൻ നല്ല കുട്ടിയാണ്, എനിക്കറിയാം ഞാൻ നല്ല കുട്ടിയാണ്. അത് പൊക്കി പറയണ്ട. എന്റെ അച്ഛനോട് ചോദിക്കണം. സത്യസന്ധമായി എന്റെ അച്ഛൻ എന്റെ അച്ഛൻ സത്യം പറയുള്ളൂ. എന്റെ അച്ഛൻ സത്യം പറയുള്ളൂ. ഞാൻ രാവിലെ എന്തോന്നാണ് ഞാൻ രാവിലെ ചെയ്യപ്പോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തൊക്കെ ജോലി ഈ വീട്ടിൽ എന്റെ കഷ്ടപ്പാട് ഞാൻ ചെയ്യണ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും ഈ വീട്ടിൽ ജോലി ചെയ്തില്ലെന്നേ അമ്മ പറയുള്ളൂ. അതിനെക്കാട്ടി കൂടുതൽ എനിക്കിപ്പോൾ എടിച്ചിട്ട് ഇരിക്കാൻ പോലും വയ്യ. ജിമ്മിൽ പോയിട്ട് ഒട്ടും വയ്യ. ജിമ്മിൽ പോയതിനെ കുറിച്ച് എന്തിനാണ് അമ്മയ്ക്ക് പറയാനുള്ള? അത് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന നായയെ മേടിച്ചു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷേ എനിക്കൊരു ആവശ്യമുണ്ട്. ഒരു ആവശ്യമൊന്നുമില്ല. ജിമ്മിൽ പോയതിന് കുറേ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് എൻ്റെ മുട്ടി താങ്ങാനില്ല, അല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുട്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ട് ഏത് സമയത്താണ് തിരിയണമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് അത് കറക്റ്റ് അല്ലേ? അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഒരു സസ്പെൻസാണ്. ഒരു കാര്യം ഉണ്ട്, അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം. അതിൻ്റെ കാര്യം സംസാരിക്കുക. ആ കാര്യം സസ്പെൻസാണെന്ന് പറഞ്ഞാൽ ആ കാര്യം സംസാരിക്കാനായിട്ട് ഞാനും വിജയശേഷനും കൂടി ഉള്ളപ്പോഴത്തേക്ക് നമ്മളൊരു വ്ളോഗ് ചെയ്യാം. അപ്പം എന്താണ് സർപ്രൈസ് എന്ന് ഞാൻ വിജയശേഷനും കൂടി പറയാം. അപ്പോൾ ഇപ്പം എന്തായാലും എൻ്റെ സ്വഭാവ ഗുണങ്ങൾ അമ്മ പറയും. രാവിലെ ഞാൻ എന്തൊക്കെ ജോലി ചെയ്യുന്നു അമ്മ? രാവിലെ ജിമ്മിൽ പോകും. രാവിലെ എത്ര മണിക്ക്? രാവിലെ ഞാൻ പോകുന്ന സമയത്ത് അമ്മ എണിക്കുമല്ലോ കേട്ടോ. ഞാൻ 5 മണിക്ക് എന്നും എണിക്കണം വിചാരിക്കും. പക്ഷെ 5:30 എണീക്കുള്ളൂ. 5:30 എണീച്ചിട്ട് 5:45 എങ്ങനെയും ഒരുങ്ങി തീർന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിക്കും. 5:50 ഞാൻ പോകും. ഇവള് പോകുന്നതിന്റെ ബാക്കിൽ ഞാൻ എണീക്കും. എണീച്ചിട്ട് പിന്നെ ഞാൻ ചുമ്മാ അവിടെ കിടക്കും കുറച്ചു നേരം കൂടി. കാര്യം പെട്ടെന്ന് എണീച്ച് വരാൻ പറ്റത്തില്ലല്ലോ, അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. അമ്മയ്ക്ക് പിന്നെ മൈഗ്രീനുമാണ്, പിന്നെ ഭയങ്കര തുമ്മലുമാണ്. അതുകൊണ്ട് അമ്മ പെട്ടെന്ന് എണീച്ച് വരാൻ പറ്റത്തില്ല. അപ്പം അത് പിന്നെ ഇവള് ജിമ്മിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കച്ചി കുടിക്കും. അത് ഞാനും അമ്മയും ചേട്ടനും കൂടി നമ്മള് രാവിലത്തെ വിശേഷങ്ങളും വിശേഷങ്ങളും ചായ ഇട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കാണും പറയാൻ. അപ്പം നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ ഇരുന്ന് ഷെയർ ചെയ്ത് പറയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ മുറ്റം തൂക്കും. പിന്നെ മുറ്റം 4 ചുറ്റും തൂത്ത് അഹമൊക്കെ തൂത്ത് അതെല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ സ്കൂബി ഇറക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. അവന്റെ ഫുൾ കാര്യം എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? അല്ല, അത് മാത്രമല്ല ഫുൾ കാര്യം നീ കുളിപ്പിക്കും, പിന്നെ കൂട് കഴിവും, അവനെ നടത്താൻ കൊണ്ടുപോകും, തിരിച്ച് കൂട്ടിക്കയറ്റും. അവന്റെ പാത്രം, അവന്റെ ടൈഗറിന്റെ പാത്രങ്ങളെല്ലാം കഴുകി അവര് ഫുഡ് ഉണ്ടാക്കുന്നത് എന്റെ ജോലി. ഫുഡ് ഉണ്ടാക്കണം അമ്മ. അത് ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെ പറയും, കിങ്ങിണി ചോറ് കൊടുക്ക്, നാക്കെടുക്കാ പ്രാണിയാണ്, അവർക്ക് ചോറ് കൊടുക്കില്ല. സിനിമ ഇടും. എന്ന് വെച്ചാൽ ഏത് സിനിമയാണെന്നറിയാമോ? കൂടുതൽ ഇവള് കാണുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കു TV. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അതിടും. അത് ചെറിയൊരു കാർട്ടൂൺ പരിപാടിയാണ്. എന്തമ്മ വയസ്സായില്ല
കൊച്ചാൾക്കാർക്കും വലിയ ആൾക്കാർക്കും ഒരേപോലെ കാണാൻ പറ്റിയ ഒരു പരിപാടിയാണ് കാർട്ടൂൺ. അതിരുന്നങ്ങനെ കാണും. 10 മണിയൊക്കെ വേണമെങ്കിൽ കാണും കേട്ടോ. അത് ഇങ്ങനെ 10 മണി വരെ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇല്ലെങ്കിൽ ചൈനക്കാരെ മറ്റേ ഫുഡ് കഴിക്കുന്നത് ഉണ്ടാക്കുന്ന ആ പരിപാടിയൊക്കെ കാണും. അതും പിന്നെ മറ്റേ തമിഴന്മാരാ അവരോട് മറ്റേ വില്ലേജ് കുക്കിംഗ് ചാനൽ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കാണും. ഈ പറയുന്ന ഇതെല്ലാം ഇത് കാണാൻ ഉണ്ണിയമ്മേ ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. കാര്യം ടൈം പോകണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനും വന്നിരുന്ന് കാണും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ വിലക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായി ബാഡി ഫുഡ് കഴിക്കാം. അപ്പം മോൻ ഉണ്ടെങ്കിൽ മോനും മോളും എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു കഴിക്കുന്നത്. വന്ന ഇവളപ്പോഴേ ഇതിനെങ്ങോട്ട് എടുക്കും മൊബൈല്. ഇപ്പൊ ഡൈനിങ് ടേബിൾ ഇപ്പൊ സെറ്റ് ചെയ്തേക്കുന്ന അടുക്കളയിലാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് ഒരു എന്റർടൈൻമെന്റിനായിട്ട് ഈ കുക്കു TV ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇപ്പൊ എന്നെ ഈ കൂറയും കൂടെയാണ് ഇരുന്ന് കാണുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ശരി. കണ്ട അമ്മക്ക് പറയാനായിട്ട് അതൊന്നുമില്ല. അതിടും. പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവൾ അപ്പോഴും സോഫയിൽ കിടക്കും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവള് കുളി അത് വിജേഷ് വിളിക്കുമ്പോഴത്തേക്ക് പറയും കുളിച്ചില്ലേടി നീ എന്ന് ചോദിക്കുവാണെങ്കിൽ അയ്യോ വിളക്കത്തിക്കുന്ന സമയം ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളക്ക് തേക്കും. രാവിലെ വിളക്ക് തേക്കും. ചെടിക്ക് വെള്ളം ഒഴിക്കും. എന്റെ പച്ചക്കറിക്ക് മൊത്തം വെള്ളം ഒഴിക്കും. ഇവിടെ ഫുള്ള് തൂത്തുവാരും എല്ലാ കാര്യവും എന്നിട്ടും ഞാൻ ഒന്നും ചെയ്യൂല. ചെയ്യും. എന്റെ കൊച്ചത് ചെയ്യും. ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തലേ കയറി നിരങ്ങൂല. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ചെയ്യൂലെന്ന് പറഞ്ഞ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ കേൾക്കാനായിട്ടുള്ള കാര്യമാണ്. ഒരു കൊച്ചു ചെയ്യണം അങ്ങനെയല്ല. എല്ലാ വീട്ടിലെ പ്രശ്നമാണ്. ഏത് വീട്ടിലെ കൊച്ചുങ്ങൾ ചെയ്താലും തള്ളമാര് പറയും ചെയ്യില്ല. ഒരു വക ഈ പെണ്ണാണെങ്കിൽ കുഞ്ഞിട്ടൊരു കുപ്പ എടുക്കൂലെന്നേ പറയുള്ളൂ. അത് കേൾക്കാമോ പിന്നെ പിള്ളേർ ചെയ്യണ പിള്ളേരെയും കൂടെ ഭാവി തൊലച്ച് കളയണ പരിപാടിയാണ് ഇവർ ചെയ്യണ. ഇതാണ് ഈ കേരള അമ്മമാരെ കുഴപ്പമേ ഇതാണ്. ഈ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പല സ്ഥലത്തും പലതാണ് എനിക്കറിയാം. ഈ കേരളത്തിലുള്ള മൊത്തത്തിഞ്ഞത് ഏത് ജില്ലയിലായാലും ഇതേ സെയിം അവസ്ഥയും. എത്ര ജോലി ചെയ്താലും ചെയ്തില്ല പറയണ്ട. അവിടെ പറയാ നിങ്ങൾക്ക് ഞാൻ അല്ല അത് വേറൊന്നുമല്ല. ഞാൻ അയ്യോ ഇവിടെ വെച്ച് ഞാൻ പറയും അവള് ജോലി ചെയ്യൂല എന്ന് പറയും. ഞാനങ്ങ് കളമച്ച ചെല്ലുമ്പോ അമ്മ അത് ഞാൻ കളമിച്ചപ്പോ ഒന്നും ചെയ്യൂല കേട്ടാ. അത് സത്യം. ഞാൻ കളമിച്ച ഒന്നും ചെയ്യാറില്ല. അത് ഞാൻ സമ്മതിച്ചിരുന്നു. അത് അച്ചാമ്മേരെ വീട്ടിൽ പോയി ഞാൻ ചെയ്യില്ല. പക്ഷെ എന്റെ അപ്പച്ചി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്പച്ചിയുടെ ഒന്നും എല്ലാ കാര്യം ചെയ്യാറുണ്ട്. പിന്നെ അച്ചാമ്മ ഞൊണ്ടി മരിച്ച് നടക്കും. പാവം പിന്നെ കാണുമ്പോൾ അച്ചാമ്മ പിടിച്ചുകൊണ്ട് നടക്കാനല്ലേ തോന്നുള്ളൂ. ആ സ്ഥലത്ത് അമ്മ ഭയങ്കര ആക്റ്റീവാണ്. അമ്മ പടപടേ ജോലിയൊക്കെ ചെയ്യും. ഞാൻ അവിടെ ഇരുന്ന് ഫോൺ കുത്തി തിരുപ്പൂരൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും. അത് സത്യസന്ധമായിട്ട് ഞാൻ അംഗീകരിച്ചതാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജോലി ചെയ്യാറുണ്ട്. ഈ വീട്ടിൽ കിടന്ന കാറ് സഹിതം ഞാൻ ചുമ്മാ ഇവിടെ വെള്ളം അടിച്ച് പൈപ്പ് ലൈനിൽ വെള്ളം വരുമ്പോഴത്തേക്കും കാറ് സഹിതം ചുമ്മാ ഞാൻ കൈവിടാറുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നാ. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ. ഇപ്പോഴ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സ്വഭാവമുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ അതായത് കുറച്ച് ഒരു 6-7 മാസം മുമ്പ് അച്ഛനോട് ഭയങ്കര വർക്കായിരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ അവിടെ നിന്ന് കോളൊന്നും വിളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ലായിരുന്നു. എപ്പോഴും അച്ഛൻ നിൽക്കുന്നിടത്ത് റേഞ്ചില്ല, നെറ്റില്ല, അതൊന്ന് കുറച്ച് പ്രോബ്ലം. അങ്ങനെ അച്ഛൻ രാത്രി അല്ലെങ്കിൽ ഒരു ടൈമും കൂടിപ്പോയി 2 അല്ലെങ്കിൽ 3 വട്ടം, അതിൽ കൂടുതൽ എൻ്റെ അച്ഛൻ ഒരു ദിവസത്തിൽ വിളിക്കത്തില്ലായിരുന്നു. 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം, 1 വട്ടം 2 വട്ടം, കൂടിപ്പോയാൽ 3 വട്ടം, അത്ര. അതിൽ കൂടുതൽ വിളിക്കാൻ അച്ഛന് സമയം കിട്ടത്തില്ല. അതൊന്നാമത്തെ കാര്യം. വിളിക്കാത്തതല്ല, അച്ഛന് സമയം കിട്ടാത്തതാണ്. അതിന് എൻ്റെ അമ്മയോട് നിന്ന് കുറേ പറയുമായിരുന്നു, വിളിക്കൂല. പിന്നെ ഇപ്പം അമ്മ അങ്ങ് അഡ്ജസ്റ്റ് ആയതിൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു 2-3 മാസം കൊണ്ട് ഈ വീട്ടിൽ എന്തിനാണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കണം. എൻ്റെ പൊന്നോ, ഇവർ രണ്ടുപേരും എൻ്റെ അമ്മയും അച്ഛനും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്.
രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അവർക്ക് അന്ന് പറയാം, അന്ന് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ ജനിച്ചില്ലല്ലോ. അന്ന് പറയല്ലാത്തണക്കത്ത കാര്യമാണ് ഇപ്പോഴും. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ എന്റെ പൊന്നു അച്ഛനാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല, അച്ഛൻ വിളിച്ചില്ലെങ്കിൽ അപ്പോഴേ പറയാം, അമ്മ ഇവിടെ എന്ന് പറയും, അയ്യോ എന്റെ ചേട്ടൻ വിളിച്ചില്ലല്ലോ, അയ്യോ എന്നിട്ടാ എന്തോ ചേട്ടൻ വിളിക്കാത്ത. ഞാൻ ചുമ്മാ പറയണല്ല, സത്യം ഞാൻ ചുമ്മാ. ഞാൻ ഇതെന്റെ അപ്പച്ചീരുടെ അടുത്തും എന്റെ മാവന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും കൂടി ഇന്ന് രാവിലെ നിങ്ങൾ ഇത് എന്തിനാണ് കാണിക്കുന്നത് മുതുക്കാൻ കാലത്ത്. പിന്നെ അച്ഛൻ അപ്പോഴേ ആലോചിച്ചിട്ടുണ്ട്, പിള്ളേരെല്ലാവരും പറഞ്ഞ നാണം കെടുത്തിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ കണ്ടല്ലേ വളരാനുള്ളതെന്നാണ് അമ്മ പറയുന്നത്. അമ്മേരെ അച്ഛൻ്റെ സ്നേഹം ഇതുപോലെ ലവ് കണ്ടാണ് മക്കൾ വളർന്നു ഒരാൾ. എന്നാലും ജീവിതം മുമ്പോട്ട് പോകണം. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ വർക്കിന്റെ പ്രഷർ കാരണം എപ്പോഴും ഓഫീസിൽ നിന്ന് വിളി. അപ്പം നമ്മുടെ കോള് നമ്മളിങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വിളിക്കണം. അപ്പം അവിടെ സംസാരിക്കും, ഞാൻ പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടും. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ കോൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഇങ്ങോട്ട് അധികം വിളിക്കില്ല. ചിലപ്പോൾ 3 തവണ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ചിലപ്പോൾ ഒറ്റ തവണ വിളിക്കുന്നത് സമയം കിട്ടാത്തില്ല. അച്ഛൻ ഇപ്പൊ വിളിച്ച അച്ഛന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമേ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ത് സമയം കിട്ടും എന്ന് വെച്ചാൽ വർക്ക് എപ്പോഴും ഓഫീസിൽ നിന്ന് വിളി വരുന്നില്ല. അപ്പൊ ഇപ്പൊ 2 ഫോണുണ്ട് എന്ന് വെച്ചാൽ ഓഫീസ് ഫോണുണ്ട്, നോർമൽ കോൾ വിളിക്കാനുള്ള അച്ഛൻ. ഇപ്പൊ കുറച്ച് നല്ല നല്ല പ്രവർത്തികളും കൂടെ അച്ഛനുണ്ട്. അച്ഛൻ രാവിലെ എണിച്ചു കഴിഞ്ഞാൽ ആദ്യം ആർക്കും ഗുഡ് മോർണിംഗ് അയക്കത്തില്ലേ. അമ്മ അപ്പോഴും അച്ഛനെ ആദ്യം രാവിലെ അമ്മേരെ ഫോട്ടോ എടുത്ത് എന്നും അയക്കുമായിരുന്നു. ആ ഫോട്ടോ കണ്ടാണ് അച്ഛൻ എന്ന് ഉണരണം. എണീച്ച് ഫസ്റ്റ് ഫോൺ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് അമ്മേരെ അത് എടുത്ത് നോക്കും, അമ്മ ഫോട്ടോ അയച്ചു കൊടുക്കും, അത് കണ്ട് അച്ഛൻ എണീക്കും. പിന്നെ ഇപ്പം അമ്മ ഫോട്ടോ അയക്കും, ഗുഡ് മോർണിംഗ്. മറ്റേ ഈ ഷെയർ ചാറ്റ് ഈ വയസ്സായ കളവിമാരെല്ലാവരും ഷെയർ ചാറ്റിൽ കയറി ഗുഡ് മോർണിംഗ് അയക്കും. ഒരു ഗ്രൂപ്പ് തുറന്നാലും ഗുഡ് മോർണിംഗ് അത് കണക്കാണ്. ഗുഡ് മോർണിംഗ് അച്ഛൻ തിരിച്ചയക്കത്തില്ലായിരുന്നു. അച്ഛൻ തിരിച്ചയക്കില്ല, അങ്ങോട്ടും അച്ഛൻ റിപ്ലൈ എടുത്തില്ല. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഗുഡ് മോർണിംഗ് അയച്ചാൽ തിരിച്ചയക്കൂല. ഇതൊക്കെ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, എൻ്റെ അമ്മേച്ചനുള്ള പ്രശ്നങ്ങളെ. അച്ഛൻ ലാസ്റ്റ് ആ സ്വഭാവം മാറ്റി. അച്ഛൻ ഗുഡ് മോർണിംഗ് അയക്കാൻ തുടങ്ങി. ഇപ്പോഴാ അച്ഛൻ ഒരു ദിവസം അയക്കരുത്. എനിക്ക് ചറ ഗുഡ് മോർണിംഗ്. എനിക്ക് പിന്നെ എൻ്റെ ഷെയർ ചാറ്റ് ഒന്നുമില്ല, ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെടുത്ത് ഞാൻ പറയുന്നത്, അമ്മ ഷെയർ ചാറ്റ് കയറി അതിന് എനിക്കും കൂടെ അയച്ചു തരണേ. പിന്നെ ആയപ്പോൾ അമ്മയ്ക്ക് അങ്ങ് പാടായപ്പോൾ ഞാനൊരു കാര്യം, അച്ഛൻ മുന്നേ അയച്ചതിന് ഞാൻ എടുത്ത് അച്ഛന് ഫോർവേഡ് ചെയ്യണം. അച്ഛന് ഇഷ്ടമല്ല കേട്ടാ, ഞാൻ അതിന് ഷെയർ ചെയ്യും. മറ്റേ ഫോർവേഡ് ചെയ്ത് നമ്മളിങ്ങനെ വാട്സപ്പിൽ ഫോർവേഡ് എന്ന് അവിടെ കാണിച്ചേക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ അച്ഛന് പ്രശ്നമില്ല. ഫോർവേഡ് ചെയ്താൽ അതും വഴക്കാണെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഫോർവേഡ് ചെയ്യല്ലേ അച്ഛന് ഫോർവേഡ് ചെയ്ത്. അച്ഛൻ ചോദിക്കും, നിങ്ങൾ ഫോർവേഡ് ചെയ്ത് നിങ്ങൾ വേറൊരാൾക്ക് അയച്ചപ്പോൾ കൂട്ടത്തിൽ എന്നെ മറ്റേ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനെ ഓർത്ത് അയച്ചതൊക്കെയാണ് പറയണത്. എനിക്കറിഞ്ഞൂട. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. എന്തൊരു കുഴപ്പമാണെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരു ആളാണ് എൻ്റെ അമ്മ. അറിയാം, അമ്മേരെ എല്ലാ രഹസ്യങ്ങളും അറിയാന്നുള്ള ഒറ്റൊരാൾ ഞാനും എൻ്റെ അച്ഛനും മാത്രം. സത്യമായിട്ട്. അല്ല, നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ പറയും, അമ്മ അച്ഛൻ്റെ കൂടെ പറയണ്ട കേട്ടാ, പറയണ്ട, നമുക്ക് അച്ഛനെ അറിയിക്കണ്ട, നമുക്കതങ്ങ് ചെയ്യാം, അച്ഛൻ വരുമ്പോൾ കണ്ടാൽ മതി എന്ന് പറയും. പക്ഷെ എനിക്കാണെങ്കിൽ ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഞാനിതെങ്ങനെയും അങ്ങ് പറയും. അത് സത്യം. അമ്മേരെ മനസ്സിലാച്ച നമ്മൾ തന്നെ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന സർപ്രൈസ് ആയിട്ട് നമുക്ക് അച്ഛന് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ, ശരി മക്കളെ ഡൺ എന്നാക്കിയിട്ട് അമ്മ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് പറയും, അത് നിങ്ങൾക്ക് ഇങ്ങനെ അത് ഇപ്പം സപ്പോസ് ഇപ്പം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യമാണ്, അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് സർപ്രൈസാണ്. എന്നിട്ട് അമ്മ പറയും, ഇപ്പോൾ വീട്ടിലെ വല്ല പണി നമ്മൾ അച്ഛൻ അറിയാതെ എന്തെങ്കിലും ചെയ്തെന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ അപ്പോൾ നമ്മളൊരു അച്ഛൻ വരുമ്പോൾ കണ്ടാൽ സർപ്രൈസ് അച്ഛൻ വരുമ്പോൾ കാണിച്ചു തരാം. അമ്മ പറയാം, അത് ഇന്ന റൂമിലാണ് നമ്മൾ ചെയ്തത്, ഇന്ന റൂമിൽ ഇന്ന കാര്യം. അത് പറഞ്ഞാൽ പിന്നെ അച്ഛനെ വീടിനെ കുറിച്ച് അച്ഛനൊരു ധാരണ എന്തായാലും അച്ഛൻ്റെ വീട് പിന്നെ അച്ഛനെ അറിയാതിരിക്കും. ഇന്ന കാര്യം ചെയ്യില്ല എന്ന് അച്ഛന് നല്ലോണം അറിയാം. അപ്പം അമ്മ പറയും ഇന്ന കാര്യമാണ്, പിന്നെ എന്തൊരു സർപ്രൈസ്. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. അമ്മ എല്ലാം അങ്ങ് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ അതിനെക്കാട്ടി വലിയൊരു കാര്യം, എൻ്റെ അമ്മയ്ക്കും അച്ഛനും മാരേജ് സർട്ടിഫിക്കറ്റിൽ അതില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് ഇതുവരെ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും അത് കൊച്ചിയിലേ ഇറങ്ങിപ്പോയതാണ്.
കൊച്ചെന്ന് വെച്ചാൽ അമ്മേച്ചനും പ്രായപൂർത്തിയായ സമയത്തൊക്കെ ഇറങ്ങി പോയതാണ്. അപ്പോഴും അച്ഛൻ അന്ന് അച്ഛനും അമ്മയ്ക്ക് അന്ന് എന്തോ ഇഷ്യൂ കാരണം എടുക്കാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് ചെയ്തില്ല. ഈ ജീവിതകാലം ഇത്രയും വയസ്സായി, ഇപ്പം 10 അച്ഛന് 42 അമ്മയ്ക്ക് 41 എന്നിട്ട് പോലും ഇതുവരെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പാസ്പോർട്ട് എടുത്തപ്പോഴത്തേക്ക് അവർ എന്നെ ചോദിച്ചത് അജീഷ് ആരെന്ന്. അജീഷ്, സജിത അജീഷ്, കൊച്ചു അജീഷ്, സാന്ദ്ര അജീഷ്, എല്ലാത്തിലും അജീഷ് അജീഷ് അജീഷ്. പക്ഷെ അജീഷ് ആരും ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ. അമ്മ അച്ഛനെ ഡിവോഴ്സ് ചെയ്യും, ഞാൻ ഡിവോഴ്സ് ചെയ്താളെ എന്ന് പറയുന്നത് ഭയങ്കര അടി വിടുമ്പോൾ നിൻ്റെ അച്ഛനെ ഡിവോഴ്സ് ചെയ്യും, അച്ഛനെ നിൻ്റെ അമ്മേനെ ഡിവോഴ്സ് ചെയ്തോളാണ്, ഭയങ്കര അഹങ്കാരം. പക്ഷെ എന്തെടുത്തിട്ട് ഇവർ ഡിവോഴ്സ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. കാരണം വെച്ചാൽ മാരേജ് സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ഇവർ എന്തെടുത്തിട്ട് ഡിവോഴ്സ് ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള എൻ്റെ പിന്നെ ഒന്നും പറയല്ല, എല്ലാവരും നല്ല സ്വഭാവമാണ്, എൻ്റെതും നല്ല സ്വഭാവമാണ്. എൻ്റെത് പ്രത്യേകിച്ച് സ്വന്തമായി ഞാൻ തന്നെ പൊക്കി ഞാൻ തന്നെ പറയുന്നതാണ് എൻ്റെ നല്ല സ്വഭാവമാണ്. പിന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ കുൽസിത പ്രവൃത്തികൾ കാണും, അതുപോലെ എനിക്കും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഓ മൈ ഗോഡ്, ഒരു പശു അവിടെ ഒന്ന് ചവിട്ടി മെതിക്കുന്നതോ അതുകൊണ്ടാണ് ചെറിയ ചെറിയ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു തോന്നുന്നു. അതിനെക്കാട്ടി വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം 2 ദിവസം അയാൾ തൊണ്ട തുറന്നിട്ട് ഇതുവരെ എനിക്ക് സൗണ്ടില്ലായിരുന്നു. എന്നിട്ട് കിളികൾ സംസാരിക്കണക്ക് കീ 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 എന്നുള്ള സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റേന്ന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേട്ടനും ഒക്കെ എല്ലാവർക്കും തൊണ്ടവേദനയും ജലദോഷവും ചുമയും. അമ്മയ്ക്കാണെങ്കിൽ ഈ ചുമയും ജലദോഷവും വന്നുകൂടാത്തതാണ്, ഈ അലർജി ഉള്ളതുകൊണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയും വിധം ഇതെല്ലാം ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ അമ്മ? ഇല്ലാത്ത അനുഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് കമ്പിളിയൻ വ്ളോഗ് സബ്സ്ക്രൈബും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പറയുമ്പോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറ. ലൈക്കും നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ്. കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക. അമ്മയാണെങ്കിലേ ഇപ്പൊ ഇങ്ങനെ ചുമച്ചിട്ട് അപ്പോഴേക്കും നാക്ക് ഇങ്ങനെ പെട്ടെന്ന് തിരിയില്ല. തുമ്മലെന്ന് ഭയങ്കര മുടിഞ്ഞ തുമ്മലാണ് കേട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ നാക്ക് തിരിയില്ല. ലൈക്ക് ചെയ്യാൻ പറയുമ്പോ അതെങ്കിലും ലൈക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും എൻ്റെ സ്വഭാവ ഗുണങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നാളെ തൊട്ട് വെയിറ്റ് ലോസിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അത് ജിമ്മിൽ പോയിട്ട് 1 മാസം കൊണ്ടെങ്കിലും ഒരു 9 കിലോ 10 കിലോ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറയ്ക്കാൻ പറ്റും എന്ന് നല്ലോണം ഡയറ്റ് ചെയ്ത് നല്ല വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുമെന്ന് എൻ്റെ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ എന്തായാലും ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഇത്. നാളെ തൊട്ട് ഡയറ്റിംഗ് ചാർട്ട് തുടങ്ങുമെന്നാണ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നാളെ തൊട്ട് എന്തായാലും സെറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ ഇവിടെ ജസ്റ്റ് സോഫയിൽ ഇരിക്കണമെന്നുണ്ട്, പക്ഷേ ഇരിക്കാൻ വയ്യ, കാലത്രയ്ക്ക് മടങ്ങണില്ല. ഇന്ന് ജിമ്മിൽ പോയി 2ാമത്തെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര പാട്. ജിമ്മിൽ പോകുന്നവർക്കറിയാൻ എങ്ങനെയാണ് മസിലൊക്കെ ഇളവിക്കഴിഞ്ഞ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ എന്തോ വീഡിയോ ബോറടിച്ചു എന്ന് ഞാൻ തോന്നുന്നു, കുറച്ച് ലാഗായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണക്കുന്നുള്ള അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ കമ്പിളിയൻ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ വട്ടം കൊണ്ട് പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് 3 എനിക്ക് നിങ്ങൾക്ക് എനിക്കൊരു സഹായം ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു സഹായം. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ദിവസവും വീഡിയോ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.